വെക്കേഷൻ സമയത്ത് നമ്മൾ പാലക്കാട് മറൈൻ വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതാ കുട്ടിപ്പട്ടാളത്തിനെല്ലാം കൂട്ടി അമ്മയും ഞാനും പിന്നെ പ്രൽഷയും കൂടിയിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. മറൈൻ വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറി. ദേവുവിനും അമ്പാടിക്കൊക്കെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തത് ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടെ കുറേ ഫസ്റ്റ് തന്നെ കാണുന്നത് കുറേ അനിമൽസിൻ്റെ സ്റ്റാച്ചു ഇതാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുന്നേ പാലക്കാട് ഒരു എക്സിബിഷൻ വന്നപ്പോഴും ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. പിന്നെ ബാംഗ്ലൂർ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാൾ കുറച്ചൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നി. എന്താണെങ്കിലും ടിക്കറ്റിന് പൈസ കൊടുത്തത് വെറുതെ ആയില്ല തോന്നി കേട്ടോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ അനിമൽസിനെയൊക്കെ കണ്ട് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കറങ്ങി കറങ്ങി നടക്കുവാണേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, നിറയെ ഉണ്ട്. ആനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കറങ്ങിക്കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മളിത് മറൈൻ വേൾഡ് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യണത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് കുറേ മത്സ്യങ്ങളെ കാണാമല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള. അതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട് തോന്നി കേട്ടോ. നമ്മൾ അധികം ഒന്നും കാണാത്ത കുറേ ടൈപ്പ് മീനിനെയൊക്കെ കണ്ടു. അപ്പോൾ ഇതാ എല്ലാവരും നോക്കിക്കൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഇതാ കുറച്ച് മീനിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് അടിപൊളി വെറൈറ്റി കുറേ ഫിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഓരോരോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇത് അവിടെ ഭയങ്കര നല്ല കളർഫുള്ളായിട്ട് മീനുകൾ കേട്ടോ. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നിറയെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാലേ. അപ്പോൾ ഇവരിങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് ഇങ്ങനെ ഓടി ഓടി പോവുകയാണ് കേട്ടോ. നമ്മളുണ്ടോയെന്ന് നോക്കുന്നില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എന്താണെങ്കിലും നിറയെ മീനുകളാണല്ലോ. അപ്പോൾ ഇത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതാതിങ്ങനെ ഒരു ടണൽ പോലെയാണ്. നമ്മുടെ തലയ്ക്ക് മീതി ഒക്കെ മീനുകൾ തന്നെ, ഫുള്ള് മീൻ. ഇത് നോക്കി, ഇത് കളർ കടലാസൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ എന്ത് രസമല്ലേ കാണാൻ. നമ്മുടെ പാലക്കാട് ഇത് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അടിപൊളി സംഭവമാണ്. നമ്മൾ ഈ ടി വിയിലും മൊബൈലിലൊക്കെ അല്ലേ ഇത് കാണുന്നുള്ളൂ, നേരിട്ട് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു.
ഈ മീനുകളാണെങ്കിലും കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. ഓരോരോ ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് ഇവിടെ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് മത്സ്യകന്യക ഉണ്ടെന്നും പറഞ്ഞിട്ടാണ്. മത്സ്യകന്യകയെ ദുബായിൽ പോയി കാണണമെന്നും പറഞ്ഞിട്ടിരിക്കണം മക്കൾ. നമ്മൾക്ക് എന്താണെങ്കിലും ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതാ പാലക്കാട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു മത്സ്യകന്യകയെങ്കിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഓൾറെഡി കഴിയാറായെന്ന് നമ്മൾ വിചാരിച്ചത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് വിഷു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നാൾ നീട്ടി. അതുകൊണ്ട് നമുക്കിത് കാണാനും പറ്റി. അപ്പോൾ ഇതാ ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ മത്സ്യകന്യകയുടെയൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടാലോ. എന്താണെങ്കിലും പൈസ കൊടുത്തത് മുതലായി തന്നെ തോന്നി കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാ ഇത് തന്നെ നമ്മുടെ മത്സ്യകന്യകമാർ 3-4 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോയ്സും ഉണ്ടായിരുന്നൊക്കെ കേട്ടു. പക്ഷെ നമ്മൾ പോയപ്പോൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവരിതാ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങി കിടക്കുമല്ലേ, ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും, ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവും. അങ്ങനെ കുറച്ചത് ഹായൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇവർ കുറച്ച് നേരം വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവർ ഓക്സിജൻ മാസ്കോ അങ്ങനത്തെ ഒരു ഐറ്റംസും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതായിരിക്കണം. അപ്പോൾ ഇതാ പിന്നെ ഉള്ളിലേക്ക് പോകുന്നു, പിന്നെ അടുത്ത ആൾ പുറമേക്ക് വരുന്നു. അങ്ങനെ ഇവർ 2 പേരുണ്ടായിരുന്നേ. അപ്പോൾ അവർ മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഹായൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ ആക്കി അങ്ങനെ. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നടന്ന് ഇങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും ഇതിൻ്റെ മുമ്പിൽ തന്നെ മാറാനോ പോവാനോ തോന്നുന്നില്ല. ഇത് കണ്ടോ എത്ര കുട്ടികളാ ഹായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇവരിതൊക്കെ ശരിക്കുള്ള മത്സ്യകന്യകമാരാന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. എന്താണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ പറ്റിയൊരു എക്സിബിഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ വെള്ളമൊക്കെ അവരിങ്ങനെ തെറിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും ഹായ് പറയലും ഹാർട്ട് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ. എന്ത് ക്യൂട്ടാണല്ലേ ഇവരെല്ലാവരുടെ അടുത്ത് ഹായ് ഒക്കെ പറയും. എന്ത് കാണാൻ നല്ല രസമാണ്. ഇതേ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഈ മത്സ്യകന്യക എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും. പിന്നെ അടുത്ത വെസലെന്ന് പറഞ്ഞത് ഇതായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ നിറയെ ആൾക്കാർ. ഇതൊരു ബോയ് ആയിരുന്നേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളും എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ടർ വാട്ടർ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ഓരോന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും ഇരുന്നൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറേ ഇങ്ങനെ ഫർണിച്ചേഴ്സ്, അതുപോലെ നമ്മുടെ ഫാൻസി ഐറ്റംസ്, പിള്ളേർക്കുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള ഷോപ്സാണ്. ഫുഡ് അങ്ങനെ കുറേ ഉണ്ട്. അതിൻ്റെയും നല്ലൊരു ഷോപ്പിംഗ് ഇത് നിറയെ ഉണ്ടായിരുന്നു. ബാഗുകളാണെങ്കിലും പിന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും അങ്ങനെ കുറേ. അപ്പോൾ ഇതാ ഒരു ചിറകിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഇത് എല്ലാവരും ഫോട്ടോ എടുക്കാം കേട്ടോ. സെൽഫി എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കല്. പിന്നെ അതെ ബാഗ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിള്ളേരെ പറ്റിക്കാനൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിനായിട്ട്. പിന്നെ ഈ സെക്ഷൻ കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് കുറേ ഗെയിംസിൻ്റെ മീൻസ് ഈ റൈഡും അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്കായിട്ടുള്ളത്. അതിൻ്റെ ഒന്നും അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല. നമ്മൾ പിന്നെ റൈഡിലൊന്നും കയറ്റിയൊന്നുമില്ല. അതിനുശേഷം നമ്മളിതാ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ റൈഡ്സൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ എല്ലാ എക്സിബിഷൻ ഹാളിലുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയ ട്രിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും കാണണേ.